മനോജ് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് നീ കരുതുന്നത്? അയാളുടെ പരസ്ത്രീ ബന്ധത്തെക്കുറിച്ച് അന്ന് നീ അയാളുടെ അച്ഛനോട് പറഞ്ഞു. അഡ്വക്കേറ്റ് ശ്രീധരൻ നായർ കാര്യവിവേകമുള്ള ആളായതുകൊണ്ട് നീ പറഞ്ഞത് അങ്ങനെ തള്ളിക്കളയില്ല എന്ന് നിന്റെ ഭർത്താവിന് അറിയാം. അപ്പോ വീട്ടുകാരുടെ മുന്നിൽ മാനം രക്ഷിക്കാൻ അയാളുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നിന്നെ മാനസിക രോഗിയായി മുദ്ര കുത്തുക. പുരുഷന്മാർക്ക് അവരുടെ പരസ്ത്രീ ബന്ധങ്ങൾ കൂട്ടുകാരുമായി ഒരു കപ്പ് കാപ്പിക്കൊപ്പം ഒന്ന് കുറിക്കാനുള്ള സ്നാക്സ് മാത്രമാണ്. തിരിച്ചതേ നാണയത്തിൽ ഭാര്യ മറുപടി കൊടുക്കട്ടെ, അപ്പൊ കാണാം അവര് തളർന്നു പോകുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നേ? അവർക്ക് വഴിവിട്ട ബന്ധങ്ങളാവാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കതായിക്കൂടാ? നീ എന്താ പറയുന്നേ? എന്നെ കൊണ്ട് പറ്റില്ല. ഐ cannot do it. എടി പോത്തെ, അങ്ങനെ വേണമെന്ന് ആര് പറഞ്ഞു? അങ്ങനൊരു ബന്ധം നിനക്കൊണ്ടെന്ന് മനോജിന് തോന്നണം. അതും സമൂഹത്തിന്റെ മുന്നിൽ ഒരു വൃത്തിയിട്ട ഇമേജ് ഉള്ള ഒരാളുമായിട്ടാണെങ്കിലോ? അതോടെ മനോജ് നിന്റെ മുന്നിൽ സറണ്ടർ ആവും. പിന്നീട് അയാളുടെ ലോകത്ത് നീയല്ലാതെ വേറൊരാളും ഉണ്ടാവില്ല. അതാണ് പുരുഷന്റെ സൈക്കോളജി. ഒന്നുമില്ല. ഞാൻ ഇറങ്ങുന്നു. ഈ പുസ്തകം വായിച്ചാണോ? റീഡ് ഇറ്റ്, യു ലൈക്ക് ഇറ്റ്. നാളെ അച്ഛനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം. ഞാൻ ഇത്തിരി വൈകും. 11 മണിക്ക് മുമ്പത്തില്ലേ? ഷോ. പ്രീതിയെ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോ വല്ല ബീവറേസിലും കയറി നാളെ എനിക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഞാൻ നിർത്തി. ഉവ്വ എന്റെ മൊബൈൽ ഇവിടെ എവിടെയോ. അതവിടെ ഉണ്ട്. നാളെ രാവിലെ ലേറ്റ് ആക്കരുതേ. ബൈ. Sadness came down on me again, and it never left me. It makes me sick to think of those days. Nobody takes me out anymore. I just stay here stewing in my own shit. I'm sick of it. I'm sick of sick. 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 പ്രീതി, സേഫായിട്ട് എത്തിയില്ലല്ലേ? അല്ല വഴിക്കെങ്ങാനും കാർ നിർത്തിയിട്ട് നിന്നെ ഒറ്റയ്ക്ക് ഇരുത്തിട്ട് അവനെങ്ങനെ ഇറങ്ങിപ്പോയോ? തൻ്റെ വിളി വന്നില്ലല്ലോ എന്നുള്ള ആദിയിലായിരുന്നു ഞാൻ. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. നാളെ ഓടിപ്പിടച്ചിങ്ങോട്ട് വരണമെന്നില്ല. മുൻസിഫ് കോടതിയിലെ കേസ് എന്തായാലും അവധിക്ക് വെക്കണം. അത് ഞാൻ ചെയ്തോളാം. അച്ഛൻ്റെ കാര്യമല്ലേ, അത് നടക്കട്ടെ. ഞങ്ങളുടെ ലൈഫിനെ പറ്റി പറയാതിരിക്കുന്നത് നല്ലത്. അവൾ എപ്പോഴും അവളുടെ മാത്രമായൊരു സാങ്കല്പിക ലോകത്താണ്. നിന്നോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ആഹ്ലാദം. ഇങ്ങനൊരു സെയിം കേസ് മദ്രാസ് ഹൈക്കോർട്ടിൽ വിധിയായിട്ടുണ്ട്. ഞാൻ അതിനൊരു കോപ്പി മെയിൽ ചെയ്ത് തരാം. അത് വെച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യേ. പ്രീതി, തൻ്റെ വിളി വന്നില്ലല്ലോ എന്നുള്ള ആദിയിലായിരുന്നു ഞാൻ. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അവൾ എപ്പോഴും അവളുടെ മാത്രമായൊരു സാങ്കല്പിക ലോകത്താണ്. നിന്നോടൊപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ആഹ്ലാദം.
രാജൻ, തനിക്കൊരു കത്തുണ്ട്. കത്ത വല്ല സമൻസോം സാറേ? ഇതേതോ സാധാരണ കത്ത. നല്ല ഹാൻഡ് റൈറ്റിംഗാ. എൻ്റെ രാജന്, ഞാൻ ആരാണെന്ന് രാജനറിയില്ല, പക്ഷേ എനിക്കറിയാം നിങ്ങളെ. കുപ്രസിദ്ധനായ ഒരു കുറ്റവാളി, കൊലക്കേസിൽ ജാമ്യം കാത്തു കഴിയണ ഒരു വിചാരണ തടവുകാരൻ. പക്ഷെ ഇത് രണ്ടും എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടത്തെ, പ്രണയത്തെ. ആരുടെ രാജ? ആരുടെ കത്ത? അമ്മയുടെ. അല്ല, അമ്മയുടെ മോനാ സാറേ. എന്താ വിശേഷം? അവന്റെ അടിയന്തരത്തിന് ക്ഷണിച്ചതാ. സ്വന്തം അടിയന്തരത്തിന്റെ അമ്മാവനോ തന്നെ നേരിട്ട് ക്ഷണിച്ചെന്നോ? അല്ല, അടിയന്തരം അമ്മാവന്റെയാ. നമുക്കൊന്ന് മൂത്രമൊഴിച്ചാലോ? അല്ല, അടിയന്തരമായിട്ട് എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. പോരാ സാറേ. വർഷങ്ങളായ ഒരു നിഴല് പോലെ ഞാൻ രാജന് പുറകെ ഉണ്ടായിരുന്നു. രാജനത് തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം. പ്രിയപ്പെട്ട രാജ്, എനിക്ക് അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം. ഒരാളാൽ ആഴത്തിൽ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന അറിവ് നമ്മെ ശക്തരാക്കും. ഒരാളെ അഗാധമായി സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നാം വല്ലാതെ ധീരരാവുകയും ചെയ്യും. രാജ് കൂടുതൽ ശക്തനാകണം, ധീരനാകണം, ജാമ്യം നേടി പുറത്തു വരണം. പണ്ട് ദാവീദ് ബത്ശേബയോട് പറഞ്ഞത് ഞാൻ രാജനോട് പറയട്ടെ. പ്രേമം ഒരുവളെ ചെറുതാക്കുന്നെങ്കിൽ ഞാനൊരു മണൽത്തിരിയോളം ആയിക്കൊള്ളട്ടെ, കാണാനുള്ള കൊതിയുമായി മായ. എന്തിത്? എന്റെ രാജ, നീ കൊറേ നേരമായല്ലോ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കടലാസം പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഇത്ര ആലോചിക്കാനുള്ളത്? അതല്ലടാ, എനിക്കിപ്പോ ആരെങ്കിലും ഒരു കത്തെഴുതുള്ളത്. നിനക്ക് പല സ്ഥലത്തും ഒരുപാട് സെറ്റപ്പ് ഉള്ളതല്ലേ? അതൊക്കെ ഡെയിലി സെറ്റ് ചെയ്യണ കേസല്ലേട്ടാ. അതിലൊരുത്തിയുടെ മനസ്സിലേ ഇങ്ങനെ വല്ല തോന്നലും ഉണ്ടെങ്കിലോ? ഇതൊക്കെ പെണ്ണുങ്ങളുടെ കാര്യമല്ലേ? നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. പ്രേമൊരുത്തിനെ ചെറുതാക്കിയാണെങ്കിൽ ഞാൻ വല്ല മണൽത്തിരിയാ കല്ല കട്ട എന്ത് വേണിച്ചാലും ആയിക്കോട്ടെ. പ്രേമം എന്നുള്ളത് നല്ല പെടയ്ക്കണ മീനാ കിട്ടാ. അതിപ്പോ കൊമ്പസ്രാവാണെങ്കിലും കൊഴുവക്കുട്ടിയാണെങ്കിലും നമുക്ക് ഒരുപോലെ ആണെന്നേ. അയ്യേ, എനിക്ക് ശരിക്കും പ്രേമം തോന്നിയാല് തരുന്ന കാശൊന്നും ഞാൻ നോക്കൂല. എത്രത്തോളം ചെറിയവന്റെ കൂടെയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. മോളെ മായേ, നീ ആരാണ്? വാടോ, അവന്റെ ഒരു നാണം. ഇതെന്താടാ നീ നേരെ നോക്കാത്തത്? അവന് നാണമാ വക്കീലേ. നാണോ? ഇവനോ? എന്തിന്? പ്രേമം. ഒന്ന് പോയ സാറേ. സാറേ, ഓ, അന്ന് ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തല്ലട്ടാ. ജീവിതകാലം മുഴുവൻ ഇതിനുള്ളിൽ കിടക്കണ്ട വരില്ലോ എന്ന് തോന്നിയപ്പോ സംഭവം കൈവിട്ടുപോയി. അതൊന്നും സാരില്ല, ഞാനതൊക്കെ അപ്പോഴേ മനസ്സിൽ വിട്ടു. സാറേ, എനിക്ക് ജാമ്യം കിട്ടുമല്ലോ അല്ലേ? നോക്കാം. പ്രോസിക്യൂഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും പിടിക്കുക. എന്നാലും നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. ഓ, ആദ്യം തന്നെ ഇതിനകത്ത് ഒപ്പിട്ടെ. അവിടെ 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 ഇവിടെ അല്ലേ സാറേ? വക്കീൽ സാറേ, ഓ, ഞാൻ കാത്തിരിക്കോട്ടാ. സത്യം പറഞ്ഞ ഇപ്പൊ കാത്തിരിക്കണേന് ഒരു ലക്ഷ്യമുണ്ട്. എന്തായാലും ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണത് ഒരു പുതിയ രാജനാവും. അതുറപ്പാ സാറേ. തനിക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ രാജ. സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരം പതിവ്. ഞാനിപ്പോ ഒരു സങ്കല്പ ലോകത്താ സാറേ. ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കാൻ ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നലിപ്പുണ്ട്. നന്നായി രാജ. ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ അങ്ങനെ ചില തോന്നലുകൾ ഉള്ളത് നല്ലതാ. അല്ല, ആരപ്പ അങ്ങനെ ഒരാള്? മായ. മായേ? പേര് മാത്രമേ അറിയുള്ളൂ, പക്ഷെ കക്ഷിക്ക് നമ്മളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാം. നമ്മുടെ കുരുത്തക്കേടുകളെല്ലാം അറിഞ്ഞിട്ട് ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ അത് വലിയ ഭാഗ്യല്ല സാറേ? പിന്നെ മഹാഭാഗ്യ രാജ. പുറത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് നാം വിചാരിക്കുന്ന പലരും അത്തരം ഭാഗ്യം ഇല്ലാത്തവരാ. ഇനി ഞാൻ നന്നാവും സാറേ. അവളെനിക്ക് ഒറ്റക്കത്ത് അയച്ചിട്ടുള്ളോ?
കത്തയക്കലൊക്കെ തുടങ്ങിയ എവിടെ കാണട്ടെ? ഞാൻ അതാരും കാണിക്കില്ല. ജീവിതത്തിൽ അവനവന് മാത്രമായിട്ട് രഹസ്യമില്ലെങ്കിൽ പിന്നെ എന്തൊട്ട് സുഖം സാറല്ലേ. ആ കത്തിന്റെ അവസാനം PS എന്ന് എഴുതിയിട്ടൊരു വാചകമുണ്ട്. പക്വത ഇല്ലാണ്ട് പ്രേമിക്കണവര് പറയും ഐ ലവ് യു ബിക്കോസ് ഐ നീഡ് യു എന്ന്. പക്വത വന്നിട്ട് പ്രേമിക്കണവര് പറയും ഐ നീഡ് യു ബിക്കോസ് ഐ ലവ് യു എന്ന്. ഐ നീഡ് യു രാജ്, ഐ നീഡ് യു. ഞാനങ്ങ് കലങ്ങിപ്പോയി സാറേ. അവളുടെ ഭാഷയിൽ പറഞ്ഞ മണൽത്തരിയോളം ചെറുതായിപ്പോയി സാറേ. സാർ വേഗം എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്ക്. എന്നിട്ട് വേണം എനിക്ക് അവളെ എങ്ങനെയും ഒന്ന് കണ്ടുപിടിക്കാൻ. സാർ എനിക്കൊരു ലൈഫ് വന്നാൽ എൻ്റെ ഈ ലൈഫ് ഫുള്ളാ ഞാൻ സാറിന് തരും. സാറിൻ്റെ കൂടെ നിൽക്കണം. ഞാനുണ്ട് രാജ, ഞാനുണ്ട്. ഓൾ ദ ബെസ്റ്റ്. കൊടുകൈ. ഓ അടി കൈ.